കൂട്ടുകാരെ, നമുക്കിന്ന് വൈകുന്നേരത്തിന് കുറച്ച് ബോളി ഉണ്ടാക്കിയാലോ? നേന്ത്രപ്പഴമുണ്ട്, അപ്പം അത് ഞാൻ ബോളി ഉണ്ടാക്കാൻ പോവാം. അപ്പം ഞാൻ ബോളിക്ക് ഇങ്ങനെ ചരിച്ചാണ് കട്ട് ചെയ്യുന്നത്, പഴം കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ചരിച്ച് നമുക്ക് കനം കുറച്ച് ചരിച്ച് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ആ ബോൾ ഇതാ ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. കുറച്ച് എണ്ണം കൂടുതലെടുത്ത് നമ്മൾ വീട്ടിലുള്ളവർക്ക് കഴിക്കാനല്ലേ, അപ്പോൾ ഇതാ ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിനുള്ള കൂട്ട് തയ്യാറാക്കാം. ഞാനിതിൽ ഒരു കപ്പ് പൊടി മൈദയാണ് എടുത്തിരിക്കുന്നത്. മൈദയിലേക്ക് ഒരു കളറിന് ആവശ്യമായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു മധുരത്തിനൊരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും. മാവ് തയ്യാറാക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഇതിനുള്ള കൂട്ട് റെഡിയായി. ഇനി അതൊരു 2 മിനിറ്റ് കൊണ്ടിരിക്കട്ടെ. നമുക്കിനി ബോളി ഉണ്ടാക്കാൻ. അപ്പം നമുക്ക് ബോളി ചുട്ടാലോ? പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നു. ചൂടാവട്ടെ. അപ്പം നമ്മുടെ മാവിലേക്ക് നമ്മൾ ഒരു സ്പൂൺ എള്ളിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് പഴം മുക്കിയിടാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പഴം മുക്കി കൊടുക്കാം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ബോളി നമുക്ക് കോരിയെടുക്കാം. ഇനിയുള്ളതെല്ലാം നമുക്കൊന്ന് ഇതുപോലെ വെച്ചെടുക്കാം. ഞാൻ ആ ബോളി ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന കുറച്ച് മാവുണ്ടായിരുന്നു. ആ മാവ് കൊണ്ട് ഇങ്ങനെ കോരി ഒഴിച്ച്, ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ബോളി കഴിക്കുന്നതിനേക്കാളും അവർക്ക് ഇഷ്ടമാണ് ഇതിങ്ങനെ കഴിക്കാൻ. അപ്പോൾ ഇതിങ്ങനെ നെയ്യപ്പം പോലെ ഇങ്ങനെ കോരി ഒഴിച്ച് അതിങ്ങനെ വീർത്ത് വരുന്നത് കണ്ടോ? ഇതിങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഈ സാധനം ഇങ്ങനെ കഴിക്കാൻ. അത് ഞാൻ മാവ് ഉണ്ടാക്കിയപ്പം കുറച്ച് മാവ് കൂടുതൽ എടുത്തത് അതുകൊണ്ടാണ്. നെയ്യപ്പം പോലെ ഇരിക്കും. ഇത് കണ്ടോ ആയി വരുന്നേ. ഇതിങ്ങനെ പൊങ്ങി പൊങ്ങി വരും, പൂരി പോലെ ഇങ്ങനെ പൊങ്ങി വരുന്നത്. കുട്ടിപ്പൂരി.
അപ്പോൾ നമ്മുടെ ചായയൊക്കെയുള്ള കടി റെഡിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതിങ്ങനെ ഉണ്ടാക്കി ഭയങ്കര സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പൂരി പോലെ ഇരിക്കും, ചെറിയൊരു മധുരവും ആ എള്ളിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ വരുമ്പോഴത്തേനും നല്ല ടേസ്റ്റാണ്. ഓക്കെ, ബൈ.